തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിൽ വയോധികൻ കുത്തേറ്റു മരിച്ചു. വഴുതക്കാട് കേരള കഫേ എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജസ്റ്റിൻ രാജാണ് മരിച്ചത്. ജീവനക്കാർക്ക് താമസിക്കാൻ വാടകയ്ക്ക് എടുത്തുകൊടുത്ത വീട്ടിലാണ് കൊലപാതകം നടന്നത്. തിരുവനന്തപുരത്ത് നിന്നും മീരയാണ് ചേരുന്നത്. മീര, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചത് തിരുവനന്തപുരത്തെ തന്നെ കേരള കഫേ സ്ഥാപനത്തിൻ്റെ ഉടമയായ ജസ്റ്റിൻ രാജാണ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി വാടകയ്ക്കെടുത്ത് നൽകിയിട്ടുള്ള വീട്ടിൽ നിന്നാണ് നിലവിൽ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. ഈശ്വരവിലാസം റോഡിന് സമീപത്തെ വീടിന് പുറകിലാണ് ഈ മൃതദേഹം നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീട് ഒരാഴ്ച മുമ്പ് പ്രസന്നകുമാർ എന്ന വ്യക്തിയിൽ നിന്നും ഇത്തരത്തിൽ വാടകയ്ക്ക് എടുത്തു നൽകുകയാണ്. നിലവിലിപ്പോൾ 9 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചിരുന്നതിൽ. അതിൽ 7 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 ആൾക്കാർ ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഇദ്ദേഹം മരിച്ചയാളുടെ സുഹൃത്തായ സ്റ്റാൻലിയുടെ വാഹനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ വീട്ടിലെത്തിയത്. ആ വാഹനവും നിലവിൽ കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് അവരുടെ ഹോട്ടലിലെ ജീവനക്കാരിൽ നിന്നും നിലവിലിപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം വീട്ടിനകത്തു നിന്നാണ് വീടിന് പുറത്തു നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിലിപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഇതിപ്പോൾ കൊലപാതകമാണോ എന്നുള്ള ബലപ്പെട്ട സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ 2 പേരെ കാണാതായ സാഹചര്യത്തിൽ, ഈ വീട്ടിൽ താമസിച്ചിരുന്ന 2 പേരെ കാണാതായ സാഹചര്യത്തിൽ ഈ കൊലപാതകമാണോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഇവിടെ ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ നടപടികൾ പുരോഗമിക്കുകയാണ്. സ്വാതി. ശരി മീര, തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലാണ് ഒരാൾ കുത്തേറ്റ് മരിച്ചത്. വഴുതക്കാട് കേരള കഫേ എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജസ്റ്റിൻ രാജാണ് മരിച്ചത്. ജീവനക്കാർക്ക് താമസിക്കാൻ വാടകയ്ക്ക് എടുത്തുകൊടുത്ത വീട്ടിലാണ് സംഭവം നടന്നത്. ഇത് കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ആ വിവരങ്ങളാണ് മീര നൽകിയത്.